പ്രേക്ഷകർക്കും സ്കൈലൈൻ ബിൽഡേഴ്സ് മണിമേളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മണിമേളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കണ്ടസ്റ്റൻസിന് ഫുൾ മ്യൂസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന മ്യൂസിക് ഡയറക്ടർ തേജേട്ടൻ ആൻഡ് ടീം. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുക്കുന്ന 3 ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. ലെറ്റ്സ് വെൽക്കം ടീം ലയം. ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടാമത്തെ ടീം തില്ലാന. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ മൂന്നാമത്തെ ടീം ഹിന്ദോളം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ എലിമിനേഷൻ്റെ കാര്യം പറയേണ്ടി വന്നു. എലിമിനേഷൻ എന്ന് പറയുന്നത് ഏതൊരു ഗെയിം ഷോയുടെയും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ഏരിയയാണ്. പക്ഷേ 6 ടീമുകളെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ മണിച്ചേട്ടൻ റിയാക്ട് ചെയ്ത് വേദി വിട്ടുപോയി. കൈരളി TV അവരുടേതായിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് മണിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെടാൻ, തിരിച്ചു കൊണ്ടുവരാനായിട്ട്. കവിത, ഇത് മണിച്ചേട്ടൻ വരാതെ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലാണോ? കാരണം എന്താ വെച്ചാൽ ഹരി ഇത് എല്ലാ ദിവസവും 1 മണിക്കൂർ ഒരു ചാനലിൽ എയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. ചാനലിന് ആ സമയത്ത് വേറൊരു പ്രോഗ്രാം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ ചാനലിൻ്റെ വിശ്വസനീയതയെ ബാധിക്കും. പ്രോഗ്രാമിന്റെ ക്യാപ്ഷൻ തന്നെ മണിമേളം എന്നാണ്. മണിച്ചേട്ടൻ വെച്ചാണ്. പക്ഷെ മണിച്ചേട്ടൻ ഇല്ലാതെ അത് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് മോശമായ ഒരു കാര്യമാണ്. മണിച്ചേട്ടൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മേ ബി നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പേരിലായിരിക്കാം പുള്ളിക്കാരൻ 6 ടീമുകൾ പെട്ടെന്ന് പോവാന്ന് പറയുമ്പോൾ അതൊരു പെട്ടെന്നെടുത്ത സഡൻ ഒരു തീരുമാനമാണ്. മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റിയാക്ഷനും വന്നു. നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ അദ്ദേഹം ചാനലുമായിട്ട് സംസാരിക്കാം, അവരൊരു തീരുമാനത്തിലെത്താം. പക്ഷെ എന്ന് കരുതി എപ്പിസോഡ് പോവാതിരിക്കാനായിട്ട് തൽക്കാലം നിവൃത്തിയില്ല. നമ്മുടെ ഫോർമാറ്റ് അതാണ്. അത് മണിച്ചേട്ടൻ്റെ അദ്ദേഹത്തോടുള്ള മുഴുവൻ റെസ്പെക്റ്റും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഷോ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഷോ ഒരു പെട്ടെന്നൊരു സാഹചര്യം കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഈതർ, അല്ലേ? അല്ല, ഇതൊരു മ്യൂസിക്കൽ ഗെയിം റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ മണിച്ചേട്ടൻ ഒരു 100 വാട്ട് ബൾബ് കത്തി നിൽക്കുന്ന പോലെ ഇങ്ങനെ പ്രകാശിക്കുന്ന ഒരു പ്രോഗ്രാം ഒരു നിമിഷത്തിൽ മണിച്ചേട്ടൻ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരിക്കലും പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ, മലയാളികൾ എല്ലാ ദിവസവും അദ്ദേഹത്തെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം വെക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹമായിട്ടൊരു തീരുമാനമെടുത്ത് മാറി നിൽക്കുന്നതാണ്. മണിച്ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പോയത്. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ നാച്ചുറലി തിരിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാനായിട്ട് എത്ര നേരം എടുക്കും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളിൽ ഒരാളെ വേണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കൺവിൻസ് ചെയ്ത് തിരിച്ചു വിടാൻ പറ്റും. മനുഷ്യന് കുറച്ചും കൂടെ എന്താ പറയുക, എതിർപ്പുണ്ടാവാം ഈ ഒരു തീരുമാനത്തിൽ. അപ്പോൾ അദ്ദേഹം കുറച്ച് സമയമെടുത്ത് അതിൻ്റേതായിട്ടുള്ള നടപടികളൊക്കെ എടുത്ത് പുള്ളിക്കാരന് കൺവിൻസിങ് ആയിട്ടുള്ളൊരു തീരുമാനം ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതിന് ശേഷമേ അദ്ദേഹം വരാമായിരിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുള്ള സമയം നമ്മൾ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. എന്ന് കരുതി ഇന്നത്തെ എപ്പിസോഡ് പോയില്ല എങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് പിന്നെയും പ്രശ്നം, ഇല്ലേ? അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. എല്ലാവരും അഭിപ്രായം അവർക്ക് പറയാം കേട്ടോ. കാരണം ഞാൻ ഏകപക്ഷീയമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു എന്ന് ഒരിക്കലും വരരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തുടരാൻ ഇത്തിരി ബുദ്ധിമുട്ട്. നമ്മളറിയുന്നില്ല മണിച്ചേട്ടൻ ഏത് തീരുമാനമാണ് എടുക്കുക എന്നുള്ളത്. പ്രോഗ്രാമിൻ്റെ റൈറ്റിംഗ് തന്നെ മണിച്ചേട്ടനുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഇതിൻ്റെ നെടുന്തൂണെന്ന് പറഞ്ഞ മണിച്ചേട്ടനാണ്. ഈ മണിമേളം എന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ്റെ പ്രോഗ്രാമായിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. അപ്പോൾ മണിച്ചേട്ടനില്ലാതെ ഈ പ്രോഗ്രാമിൻ്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാന്നുള്ള ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം നിങ്ങൾ നിർത്തുക എന്ന് പറയുന്നതും അത് നിർത്തുക എന്നുള്ളതല്ല, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയാണ്. മണിച്ചേട്ടൻ തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും എന്ത് കഷ്ടപ്പാട് സഹിച്ചു ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അത് മനസ്സിലായി. നിങ്ങൾ കൈയടിച്ച് പാസ്സാക്കിക്കോളൂ.
ഇതേ പ്രോഗ്രാം ഇന്ന് ഈ 10 മിനിറ്റ് ടെലികാസ്റ്റ് ചെയ്ത് മലയാളികൾ കാണുമ്പോഴത്തേക്കും ഇത്രയും നാളത്തെ എപ്പിസോഡിൻ്റെ എല്ലാ നല്ല പേരും തീരില്ലേ? മണിച്ചേട്ടൻ കൈരളി ഇല്ലാതെ ടി ചെയ്ത് വി എന്ന് കഴിഞ്ഞാൽ പറയുന്ന ചാനലിനും മണിച്ചേട്ടനും തമ്മിൽ വർഷങ്ങളുടെ സൗഹൃദവും ബന്ധവും ഉണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം അവസാനം നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു തീരുമാനം എടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെക്കാട്ടിലും വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു എപ്പിസോഡ് പോവാതെ നിർത്തുകയാണ്. അതല്ല പറഞ്ഞത്, മണിച്ചേട്ടൻ വരുമല്ലോ എന്നുള്ളതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടിയാൽ മതി. കവിത ആ ചാനൽ മണിച്ചേട്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനം വരും. പിന്നെ ഇവിടെ പറഞ്ഞവരൊക്കെ അവരുടെ ഇപ്പോഴത്തെ അഭിപ്രായങ്ങളും ഈ ഉണ്ടായ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വികാരങ്ങളുമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചത്. ഒരു ചാനലിന് അതിൻ്റെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അത് ആ ഒരു ഇത് വെച്ചാണ് ഈ 24 പേരെയും സെലക്ട് ചെയ്തതും ഈ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇവരുടെ അടുത്തൊക്കെ നമ്മൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മണിച്ചേട്ടൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ഈ പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രോഗ്രാം പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റാണ്. രണ്ടാമത് നിങ്ങൾ മണിച്ചേട്ടനോട് ഒരുപാട് ബഹുമാനവും സ്നേഹവുമുള്ള മനുഷ്യരാണ്. രണ്ടും രണ്ട് കാര്യമാണ്. നിങ്ങളുടെ പ്രൊഫഷൻ്റെ അടുത്ത് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം, ഒപ്പം മണിച്ചേട്ടൻ്റെ അടുത്ത് സ്നേഹവും കാണിക്കണം. സോ ഇന്ന് ചാനൽ ആവശ്യപ്പെടുന്നത് മണിച്ചേട്ടൻ്റെ അടുത്തുള്ള സ്നേഹം അവിടെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ടാണ് പോയിരിക്കുന്നത്. തൽക്കാലം ആസ് എൻ ആർട്ടിസ്റ്റ് യു ഹാവ് ടു ഡു യുവർ പാർട്ട്. നമ്മളൊരു പ്രോഗ്രാമിൽ കമ്മിറ്റഡ് ആവുമ്പോൾ, ഇപ്പം ഞാനടക്കമുള്ള ഓരോ ആളുകളും ഇവിടെ വന്ന് നിൽക്കുന്നത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരുമിച്ച് കഷ്ടപ്പെടാനായിട്ടാണ്. മണിച്ചേട്ടനും അതെ അല്ലേ? അപ്പോൾ ഒരു എപ്പിസോഡ് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചാനലിനുണ്ടാവുന്ന നഷ്ടം, പ്രോഗ്രാം പ്രൊഡ്യൂസറിനുണ്ടാവുന്ന നഷ്ടം, ഇങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞത് ഈ 6 എലിമിനേഷനാണ്. 6 ടീമിനെ എലിമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. അത് ആ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. മാറ്റം ഉണ്ടാക്കാനായിട്ടാണല്ലോ മണിച്ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. പ്രമോദേ അതൊക്കെ ഡിസ്കഷൻ നടക്കുന്ന വിഷയമാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അത്ര ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണിച്ചേട്ടനുമായിട്ട് നേരിട്ട് സംസാരിക്കാം. ഈ എപ്പിസോഡ് കഴിഞ്ഞ് നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ മണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാം. അതിനുള്ള സ്പേസ് ഉണ്ടാക്കി തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോയിലേക്ക് മണിച്ചേട്ടനെ എന്താണ് മണിച്ചേട്ടൻ്റെ അഭിപ്രായം എന്നുള്ളത് നേരിട്ട് അറിയാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരാം. അതൊന്നും പ്രോബ്ലം ഉള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ഷോ കണ്ടിന്യൂ ചെയ്യാം.